എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആളാണ്. എൻ്റെ അനിയത്തിയുടെ വിവാഹ നിശ്ചയത്തിൽ ഈ പുള്ളിയുണ്ട്. പുള്ളി ശരിക്കും കൽപ്പണിക്കാരനാണ്. ഈ വിവാഹ നിശ്ചയം നടക്കുന്ന സ്ഥലത്ത് തർക്കം നടക്കുകയാണ്, എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ പാർട്ടി അല്ലാതെ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിച്ചോട്ടത്തിന് വെളിയിലോട്ട് വന്നു. നമ്മുടെ അനിയത്തിയുടെ നിശ്ചയമൊക്കെ ആയിരിക്കും. എനിക്ക് അതിനകത്ത് തർക്കത്തിൽ താല്പര്യം. ഞാൻ പുറത്ത് വന്നു. അപ്പം ഈ അമ്മാനെ തോർത്ത് വെച്ച് ഇങ്ങനെ വീശിക്കൊണ്ട് വെളി നിപ്പുണ്ട്. എന്നാൽ പുള്ളി അതൊക്കെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഈ ആഡിറ്റോറിയം ശരിക്കും കിഴക്കോട്ടല്ല ഇരിക്കുന്നു എന്ന് പറഞ്ഞു. പുള്ളി പറയുന്ന കിഴക്കിനോട്ടുള്ള റെഫറൻസ് വെച്ചപ്പോൾ ഞാൻ ഊഹിക്കുന്ന പുള്ളിയുടെ കോൺവെർസേഷൻ പോകാൻ പോകുന്നത് കിഴക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ ഒരു ലെക്ചറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ അടുത്തപ്പോൾ വരും എന്ന് അല്ലെങ്കിൽ തന്നെ ഇതിലേക്ക് എന്തോന്ന് കാര്യമില്ലേ. ഇപ്പോഴത്തെ പിള്ളേര് പ്ലെയിനിലും കപ്പലിലും ഒക്കെ കയറി ലോകം മുഴുവൻ നടക്കും. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊന്ന് ഒരു പ്ലെയിനിൽ കയറാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്താണ് ഈ കിഴക്കും പടിഞ്ഞാറും ഒക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ പുള്ളി വീശിക്കൊണ്ടുപോകും. അപ്പം ഞാനിങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കി, ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ആസ്പെക്ട് ചിന്തിക്കുന്നത് അവിടെ എത്ര പേർ അറിയാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിലല്ല ശരിക്കും ഈ റാഷണലിസം വർക്ക് ചെയ്യുന്നത്.